Praise the Lord. Hallelujah. We are glad to see some new faces today, and so many we are expecting to join today. Brother Pastor Asher and Sister Sona, they are going to lead the worship. Let us worship them together. Asher and Sona, we have welcome to our Zoom platform. Thank you, and it's your time. Thank you. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശബ്ദം കേൾക്കാൻ ഓക്കെ ആണല്ലോ? കേൾക്കാം. ഓക്കെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കറിയാം US ഇത് വ്യാഴാഴ്ച വൈകുന്നേരമാണ്. പല സ്ഥലത്തു നിന്നും ടൈം ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഈ മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് എന്ന മിനിസ്ട്രിയിൽ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ദേവദാസൻ, അതിന് മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു മീറ്റിങ്ങിൻ്റെ ഭാഗമാകുവാൻ ദൈവം അവസരം തന്നു. അതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. എല്ലാ ദേവദാസന്മാരും ദൈവം സഹായിക്കട്ടെ. ഇന്ന് വചനം സംസാരിക്കുന്ന ദേവദാസൻ, മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അല്പസമയങ്ങൾ ദിവസത്തിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വൈഫ് റോണ ഞങ്ങൾക്ക് ഒന്നിച്ച് ദിവസത്തിൽ മെൽബണിൽ നിന്ന് ജോയിൻ ചെയ്യാനിടയായല്ലോ. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമ്മൾ ദിവസത്തിലായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാനിടയായി തരട്ടെ. നമുക്ക് ദിവസത്തിൽ വളരെ പ്രാർത്ഥനയോടെ ചില ഗാനങ്ങൾ ആത്മാവിൽ പാടി കർത്താവിനെ സ്തുതിക്കാം. നമുക്കറിയാവുന്ന ചില ഗാനങ്ങളാണ് പ്രാരംഭത്തിലൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നല്ല കർത്താവിനെ ഇന്ന് ഈ പ്രഭാതത്തിൽ, അവിടെ വൈകുന്നേരമാണ്, വിവിധ ടൈം സോണിൽ നമ്മൾ ആരാധിക്കുമ്പോൾ കർത്താവിനെല്ലാം മാനവ മഹത്വം കൊടുക്കാം. കാരണം കർത്താവ് അത്യുന്നതനായ ദൈവമാണ്. അവൻ്റെ മറവിൽ ശരണം പ്രാപിക്കുന്നവരെ അവൻ കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. അതുകൊണ്ട് അനർത്ഥങ്ങൾ വരാതെ, ബാധകൾ തൊടാതെ ദൈവത്തിൻ്റെ പാതകളിൽ നടക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് സാവകാശം നൽകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്നെ എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ
ദൂതന്മാർക്കരങ്ങളിൽ ഉറപ്പുള്ളവർ ചേർന്ന് പാടിയാട്ടെ. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർക്കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാരെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധ കർത്താവിനോട് പറഞ്ഞ കർത്താവേ, അനർത്ഥങ്ങൾ എൻ്റെ നേരെ വന്നാലും അതെന്നെ തൊടാതെ പോകുവാൻ, ഒരു ബാധയും എന്നെ തൊടാതെ പോകുവാൻ തക്കവണ്ണം എന്നെ വഹിക്കുന്ന, എന്നെ മറയ്ക്കുന്ന ആ വലിയ സ്നേഹത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഒരു കോഴി തൻ്റെ ചിറക് വഹിച്ചതിനെ തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ വഹിക്കുവാനും മറയ്ക്കുവാനും കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന വരുന്നൊരു പകൽക്കാലം, ഈ എഴുന്നേൽക്കുന്ന ഈ നിമിഷം മുതൽ വലിയ സംരക്ഷണം അനുഭവിക്കുവാൻ, രാത്രിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൂതന്മാരുടെ വലിയ കാവലുണ്ടാകുക തക്കവണ്ണം, ഏത് ടൈം സോണിലാണെങ്കിലും എവിടെ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്നോ ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ, വലിയ പ്രൊവിഷൻ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസത്തിലായിരിക്കാം. ഹല്ലേലൂയ.
നമുക്ക് ആശ്രയിക്കുവാൻ ഒരു ഇടമുണ്ടെങ്കിൽ, നമുക്ക് മറഞ്ഞിരിക്കുവാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. ആ ഒരു ഉറപ്പാണ് നമ്മെ ഓരോ നിമിഷവും ഈ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നടക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ നൽകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ ആരാധന മധ്യത്തിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൻ്റെ മധ്യത്തിൽ തളർച്ചയോടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൻ്റെ മധ്യത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, തളരാതെ മുന്നോട്ട് യാത്ര ചെയ്യുവാനുള്ള ഒരു വലിയ പ്രത്യാശ ഈ സമയം നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് പറഞ്ഞ കർത്താവേ, അവിടെ എന്നെ കരുതുന്നവൻ, എന്നെ പുലർത്തുന്നവൻ, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ, വേറൊരു വ്യക്തി ആരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ, എൻ്റെ ദുഃഖത്തിൽ, എൻ്റെ ഹല്ലേലൂയ പ്രയാസഘട്ടത്തിൽ കൂടെ ഇരിക്കുന്നവൻ അവിടുന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ പാദമെടുത്തെങ്കിലാണെന്ന് ഇന്ന് രാവിലെ നമ്മൾ, അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഏതാണ്ട് 10:30 മണി പ്രഭാതത്തിലാണ് ഈ സമയം നാം കടന്നു വന്നിരിക്കുന്നത്. സകലത്തെയും അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എൽ ശദ്ദായിയായവൻ, സർവശക്തനായവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഏത് അവസരത്തിലാണ്, ഏത് നിലവാരത്തിലാണോ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്, ദൈവസന്നിധി പറഞ്ഞ കർത്താവേ, എന്നെ അറിയുന്നൊരു ദൈവം, എന്നെ ഹല്ലേലൂയ അറിയുന്നൊരു ദൈവം, ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ചില ഗാനങ്ങൾ പാടി കരങ്ങളഴിച്ച് ആത്മാവിൽ ചേർന്ന് പാടിക്കൊണ്ട് പറയാം, കർത്താവേ, എനിക്കെതിരെ ഒന്നും വരുവത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പാട്ടുകാരൻ പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണുകയില്ല. കഷ്ടങ്ങൾ ഇത്ര നാളും വന്ന നല്ല ഒരു കഷ്ടവും നിന്റെ മേലെ വരത്തില്ല. കാരണം നിന്റെ കാലുകൾ ഇടറിപ്പോകാതെ നിന്നെ കാക്കുന്നവൻ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ചെയ്യുവാനുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം വഴിമധ്യേ സർവശക്തനായവൻ നമ്മുടെ മധ്യത്തിൽ ചെയ്യുവാനിടയായി തീരും. വിശ്വാസത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഗാനത്തെ ഈരടികൾ ചേർന്ന് പാടി ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഒന്നുകൂടെ. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കാടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കാടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോ. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോ. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഉറപ്പോടെ. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ
നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകൾ രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കന്ന ഹല്ലേലൂയ ഉറപ്പോടെ ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല, ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിട മലകളെ ഇടിച്ചു നിരത്തുമവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. മലകളെ ഇടിച്ചു നിരത്തുമവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു വിശ്വാസത്തോടുകൂടെ ഉറപ്പ് ഇന്ന് ഈ ആരാധനയിൽ അത് ചേർന്ന് പ്രാപിച്ചാണ്. ഇന്നു വന്ന മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കാടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കാടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോ. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോ. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. നീ ആരാധനയിൽ വിശ്വാസത്തോടെ അത് ആത്മാവിൽ ചേർന്ന് പറഞ്ഞാണ്ട് ഹല്ലേലൂയ. നിന്റെ കാലുകളിടറുകില്ല, ആത്മാവില് ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധന ചേർന്ന് പറഞ്ഞാണ്ട് ചെങ്കടലുകളെ നോക്കിക്കൊണ്ട്, യോർദാനെ നോക്കിക്കൊണ്ട്, എരിഹോവിനെ നോക്കിക്കൊണ്ട്, ഇതിന്റെ നടുവില വിടുതലേറ്റെടുത്തുകൊണ്ട് അതിനെതിരെ നോക്കി എന്ന് പറഞ്ഞാണ്ട് കർത്താവേ, ചെങ്കടൽ വഴി തുറന്നവനെ, യോർദാനില് പാതകളെ ഒരുക്കിയവനെ, എരിഹോവിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞവനെ, നമ്മുടെ ഏത് പ്രതികൂലത്തെ നോക്കിക്കൊണ്ട് ഈ ആരാധനയിൽ ചേർന്ന് പാടി പറഞ്ഞാകട്ടെ. ഹല്ലേലൂയ. Riba shateri balaram teri balaram sheriba riberam sheri balaram teri baram sheri.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മോട് കൂടെയുള്ളവൻ സൈന്യത്തിന്റെ നായകനാണ്, സേനകളിൽ അധിപനായവനാണ്. അവൻ നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യ ശക്തികള്, മനുഷ്യന്റെ ആലോചനകള് എല്ലാം വ്യർത്ഥമായി പോകുകയാണ്. ആത്മാവിൽ ജയമേറ്റെടുത്തുകൊണ്ട് പറഞ്ഞാകട്ടെ, അതുകൊണ്ട് ഒരു ബാധയാകട്ടെ, ഒരു ഹല്ലേലൂയ ശത്രുവിന്റെ ഒരു ചിന്തകളാകട്ടെ, പദ്ധതികളാകട്ടെ, അതിനെ നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വലിയൊരു വിടുതലായി തീരുവാൻ കർത്താവേ ആ ദേശദൈവം മാനിക്കുവാൻ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുമ്പായി പ്രാർത്ഥികർത്താവേ അവൻ ഡോക്ടർ വെസ്ലി ദേവദാസനായിട്ട് സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി കർത്താവെ കടന്നു വന്ന് ഗാനം ആലപിച്ച കർത്താവെ ആ വാത്സല്യ ദേവദാസൻ കുടുംബത്തിനായിട്ട് സ്തോത്രം. കർത്താവയുടെ ആശയർ കർത്താവെ അമിറോണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ കർത്താവ് സഹായിക്കണമേ. അനേക കർത്താവ് ദൈവത്തിന്റെ ദാസന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ഈ പ്രയർ ലൈനിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അവരുടെ ജീവിതത്തിന്റെ കർത്താവ് സാഹചര്യങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പ്രസ്താവിക്കുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തല്ലോ. ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ അവസരത്തിനായിട്ട് സ്തോത്രം കർത്താവെ. തുടർമാനമായി ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം കർത്താവെ ജീവന്റെ സാക്ഷ്യം, കർത്താവെ വിടുതലിന്റെ സാക്ഷ്യം, മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവമുണ്ടെന്നും ഹിസ്കിയാവിന്റെ ആയുസിനെ നീട്ടിക്കൊടുത്തതുപോലെ കർത്താവ് ഞങ്ങളുടെ അഭിഷിക്തൻ അമേൻ കർത്താവെ സ്തോത്രം. നോർത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഒറീസയുടെ അപ്പോസ്തലനായിരിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്ത ദൈവദാസൻ പാസ്റ്റർ വർഗീസിനെ തൃക്കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം കർത്താവെ സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ ഇന്ന് രാത്രികാലം പുതിയ കർത്താവ് അഭിഷേകം ശക്തിയും ദൈവവും നമ്മുടെ ദാസന്മേൽ കൊടുക്കുവാൻ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാപിച്ച ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവനാമം മഹത്വനാക്കി തീർക്കുവാൻ കർത്താവെ കുടുംബമായി ചെയ്യുന്ന മിനിസ്ട്രികളെ എല്ലാ ശുശ്രൂഷയും കർത്താവെ തൃക്കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ചുള്ള ഈ ആരാധന, ഒന്നിച്ചുള്ള ഈ പ്രാർത്ഥന, ഒന്നിച്ചുള്ള കർത്താവെ കർത്താവെ ഇന്നത്തെ കൂട്ടായ്മ ഞങ്ങളുടെ കർത്താവെ വലിയൊരു വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ കെടാത്ത ഒരു കർത്താവെ അഗ്നിയായി അണയാത്ത തീയായി അത് ഏറ്റെടുത്തോടെ നിത്യതയ്ക്ക് ഒരുങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ മീറ്റിംഗിന് തുടർമാനമായി കർത്താവ് സഹായിക്കുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് തൃക്കരങ്ങൾ ഉയർത്തി ദൈവരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചെടുത്തുകാട്ടെ മുഴുവത്തോ തിരുമേനി എടുക്കണം. അങ്ങനെ സഹാനത്തിൽ ഞങ്ങളെ ഇരുത്തണം. ഇന്ന് രാത്രി കാല കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങനെ കർത്താവ് ദാസന്മാരെ വിശുദ്ധന്മാരെയായി ബലപ്പെടുത്തുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ വിശുദ്ധാവും അങ്ങനെ ഓമനപുത്രനുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കർത്താവിനദാസന്മാരെ പ്രാർത്ഥിച്ച രണ്ട് കർത്താവിനദാസന്മാരെയും അതുപോലെ തന്നെ രജിസ്റ്റൂരിനാൽ നാളെ നടത്തുന്ന പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം അനുഗ്രഹീതമായ പാട്ടുപാടിയ ആമേൻ സ്തോത്രം കുടുംബത്തിനായിട്ട് വീണ്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷ, ഇന്നത്തെ ദൈവജന ശുശ്രൂഷ ആരാണ് ചെയ്യുന്നത് എന്താണെന്നും ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ പ്രിയ ഇവാഞ്ചലിസ്റ്റ് മാത്യു വിമൻ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ശുശ്രൂഷ കർത്തൃദാസൻ ഏറ്റെടുത്ത് നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. Praise the Lord. Hallelujah. Indeed, it's my honor and privilege to say a few words about today's meeting. As you know, our ministry is called Miraculous Hands of Jesus. We are going to hear a great miracle, a greatest miracle we are going to hear from the servant of God. നമുക്ക് ഏവർക്കും അറിയുന്നതായ കർത്താവിന്റെ ദാസനാണ് നോർത്ത് ഇന്ത്യൻ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പാസ്റ്റർ എൻ.കെ. വർഗീസ്. കഴിഞ്ഞ ഏകദേശം ഒരു 3-4 മാസം കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നില്ല. ഞങ്ങളെല്ലാം അന്വേഷിച്ചു. ഞാൻ തുടർച്ചയായി കർത്താവിന്റെ ദാസനെ ഓർത്ത് രാവിലെയും വൈകിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ ദാസൻ എല്ലാരും പറഞ്ഞു, ഡോക്ടേഴ്സ് ഒക്കെയും പറഞ്ഞു, they lost their hope, they can't do anything. തന്റെ മക്കളൊക്കെയും കടന്നു വന്നു. They all going to give farewell, a good farewell to him. They all standing around them in the midst of all. Our Almighty God made a great miracle, a greatest miracle in the life of our servant of God, Pastor N.K. Varghese. Pastor, we are so glad to hear from you. ദാസൻ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു 40-45 മിനിറ്റ് ഞങ്ങൾ പറഞ്ഞതിലുപരിയായിട്ട് കർത്താവിന്റെ ദാസൻ അനുഭവങ്ങൾ അക്സെപ്റ്റ് ചെയ്യും.
ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നു. Take your time. May the Almighty God bless you. Unmute yourself. Join our meeting. Thank you, Pastor M.K. Varghese. Praise the Lord. Hallelujah. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് എന്നെ തന്നെ ദൈവത്തിൽ താഴ്ത്തുകയാണ്. കർത്താവിന്റെ ശേഷദാസന്മാർ വളരെ ഹൈ ഓഫ് മീ. They have told very high of me. I'm not worthy for anything. അതിനൊന്നും ഞാൻ യോഗ്യനല്ല, ഒരു അല്പം പോലും, ഒരു അതിസാധാരണ മനുഷ്യൻ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഒന്ന് ഫസ്റ്റ് കൊരിന്ത്യൻസ് 15:10 പൗലോസ് പറയുന്നത് പോലെ ഉള്ള ഒരു പ്രത്യേക വിശേഷത കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം ആദ്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താൻ പറയുകയാണ്, എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ആകട്ടെ, ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് കുറ്റിപ്പുറത്ത്, അതുപോലെ മിറക്കിൾ ഹാൻഡ്സ് ഓഫ് ജീസസ് എന്ന മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ഉമ്മൻ, തന്നോടുകൂടി അധ്വാനിക്കുന്ന തന്റെ സഹപ്രവർത്തകർ, വിശിഷ്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു വർഗീസ് ഫ്രം അൽബനി UK. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കർത്താവിന്റെ ദാസി ക്രിസ്റ്റി സാം നമ്മോടുകൂടെ ഉണ്ട്. ആ ദൈവദാസി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തകർന്ന ഹൃദയത്തോടെ ജീവിതയാത്രയിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വയ്ക്കുമെന്നുള്ള ചിന്താഭാരത്തോടെ, ഞാൻ അത്ര പറയുന്നത് ക്ഷമിക്കണം, ദൈവത്തിന്റെ ദാസിക്ക് ദൈവം ആവശ്യമായ കറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. ആ പ്രിയ കർത്താവിന്റെ ദാസിയും ഞാൻ എനിക്ക് പരിചയമായിട്ട് അധികം പ്രിയപ്പെട്ടവരെ കാണുന്നില്ല. എല്ലാവർക്കുമായി കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്ന നല്ല ഗാനങ്ങൾ പാടി നമ്മുടെ ഹൃദയങ്ങൾ എന്ന പകൽക്കാലം പിന്നെ കർത്താവിനെ ആശ്രയിപ്പാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന അനുഗ്രഹകരമായ പാട്ടുകൾ പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസൻ ആഷർ ആൻഡ് സിസ്റ്റർ റോണാജി കർത്താവ് ഇടയാക്കിയല്ലോ. ആ പ്രിയ യൗവനക്കാരായ കർത്താവിന്റെ ദാസിക്കും ഹൃദയംഗമായ നന്ദി. ജീവിതയാത്രയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്, നല്ല സമയം, യൗവനകാലം. കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ യൗവനത്തിൽ നുകം ചുമക്കുന്നത് പുരുഷന് ഏറ്റവും അനുഗ്രഹമാണെന്ന് ഞാൻ ദൈവത്തിൽ വായിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ജീവിതയാത്ര എന്ന് പറയുന്നത് ഒരു ഹംബിൾ ബിഗിനിങ് ആണ്. ഞാൻ കേരളത്തിൽ തുമ്പമൺ നെരിയാവരം തുമ്പോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് ഏകനായി ഏതാണ്ട് ഇന്നേക്ക് 58 വർഷം മുൻപ് കർത്താവിനെ വിളിച്ചു വേർതിരിച്ചു. വടക്കേന്ത്യയിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ദൈവകൃപ പ്രാപിപ്പാൻ ഇടയായത്. തുടർന്നുള്ള എന്റെ ജീവിതയാത്രയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരവസരം ഞാൻ ഏതാണ്ട് ഭോപ്പാൽ വരെ എത്തുന്ന കാര്യങ്ങൾ പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇന്ന് എല്ലാം ഒന്നും പറയാൻ സമയമുണ്ട് ഇല്ലല്ലോ. കഴിഞ്ഞ 2-3 വർഷം ഈ കോവിഡ് കാലങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതവും കർത്താവിന് വേണ്ടി എളിയവർക്ക് അല്പമായി ചെയ്യുവാൻ കഴിഞ്ഞ കാര്യങ്ങളും പ്രസ്താവിപ്പാനും ഉള്ള സമയമേ നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഉള്ളല്ലോ. 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5:40 5:40 20 പിന്നെ ഇവിടെ 25. So to say 6:25 is the maximum limit what I can go ഇവിടുത്തെ സമയം അനുസരിച്ച്. You can take little more, 5 minutes more, Pastor, no problem. Okay, thank you very much. Thank you. ഞാനൊരു അത്യാഗ്രഹിയ സമയത്തിന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതെന്ന് പറയും. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഞങ്ങള് നല്ലപോലെ സമയം എടുത്താണ് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതൊന്നും പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഈ സമയത്ത് വൈകിട്ട് നല്ല സമയം കുടുംബ പ്രാർത്ഥന മറ്റു കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഏതാണ്ട് 7:30-8 മണി സമയം 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൈവത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആകട്ടെ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നുള്ള നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.
എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ നടത്തിയ വഴികൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രചോദനമായിരിക്കും, പ്രയോജനകരമായിരിക്കും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് കടന്നു വരികയായിത്തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നു. ഞാൻ ഭോപ്പാല് മുതലങ്ങ് തുടങ്ങാം, എങ്കിലേ അതിനൊരു ബിഗിനിങ് ആകത്തുള്ളല്ലോ. ആദ്യത്തെ ഏതാണ്ട് 10-20 വർഷങ്ങൾ 1967 ജാനുവരി 8 ആണ് എൻ്റെ കർത്താവിനോടുള്ള കൂട്ടുമുട്ടലുടെ ദിവസം. വളരെ തകർന്ന് കരഞ്ഞ് കർത്താവിന് എന്നെ തന്നെ ഏൽപ്പിച്ച് എൻ്റെ രക്ഷിതാവായി ഞാൻ യേശുവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാത്ത ഒരു ദൈവകൃപ, അറിയാത്ത ഒരു സുവിശേഷ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പകർന്നു. അന്ന് മുതൽ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും ഏതെങ്കിലും വിധത്തിൽ പ്രിയപ്പെട്ടവരോട്, ബന്ധുക്കളോട്, സ്നേഹിതന്മാരോട് കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള വെമ്പൽ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അനേക കാര്യങ്ങൾ ചെറുതും വലുതുമായി ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. എന്നാൽ 1969 IPC നോർത്ത് റീജിയൻ ഫോം ചെയ്യുകയും അതേ തുടർന്ന് ഡിസ്ട്രിക്ട് ലെവലില്, റീജിയൻ ലെവലിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്തത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CK ഡാനിയൽ അവറുകളാലാണ്. അത് 1972 നടന്നത്. അന്ന് മുതൽ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി മുഴുവനായിട്ട് പോകണം, ബൈബിൾ സ്കൂളിൽ പോകണം, പഠിക്കണം. നിങ്ങൾക്ക് ഒത്തിരി വലിയ ആഗ്രഹം, വലിയ താല്പര്യം. എന്നാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ ബുദ്ധിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒത്തിരി പ്ലാൻസും പ്രൊജക്ട്സും കൊണ്ടുവന്ന് ഇങ്ങനെ ഇത് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊന്നും അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ എനിക്ക് മനസ്സിലാവുന്നത് 10-25 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വൈശാചിക പോരാട്ട ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനിടയായത്. ഇനിയോ ഞാൻ 1995 ഭോപ്പാലിൽ കർത്താവിന്റെ ദാസൻ അപ്പോസ്റ്റൽ KT തോമസിനെ അവിടുത്തെ പാസ്റ്ററായിട്ട് പോസ്റ്റ് ചെയ്തു. ആദ്യത്തെ സഭാ ചാർജാണ്. അന്ന് IPC നോർത്ത് 600 ചില്ലുവാനും സഭകളും അത്രയും ഒക്കെ തന്നെ മിനിസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എല്ലാം ഉപേക്ഷിച്ച് ഫുൾ ടൈം സേവയ്ക്കായിട്ട് ഇറങ്ങിയതാണ്. ആ ദേവദാസനും പ്രിയപ്പെട്ടവരും കൂടെ എന്നെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത് ആ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ കൈതൊഴുത്ത് പറഞ്ഞു, ഞാൻ ഒറീസയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആളാണ്, എന്നെ ഇതൊന്നും ഏൽപ്പിക്കരുത്. എത്ര പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല ബ്രദറെ ഇരിക്കണം, വയ്യാന്ന് പറയരുതെന്ന് പറഞ്ഞു. ഇനിയോ എന്നിട്ട് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, ഞാനത് ടച്ച് ചെയ്യണമെന്ന് എനിക്ക് സംശയമുണ്ട്. കുറെ ഇഷ്യൂസ് ഉണ്ടാകുന്നു ആ ദൈവദാസന്. അപ്പൊ അതിനുവേണ്ടി എന്നെ പോലൊരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം അവിടെ ഒരുക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ ആ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ നിരാശനായി, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, തന്റെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് അവസാനിപ്പിക്കേണ്ടി വന്നേനെ. അതിനിടെയാക്കാതെ കർത്താവ് എന്നെ അവിടെ ഉപയോഗിച്ചു. മറ്റുള്ളവർക്ക് ചെയ്യുവാൻ കഴിയാത്ത, മറ്റുള്ളവർ ചെയ്യുവാൻ ധൈര്യപ്പെടാത്ത ഒരുപാട് ലീഗൽ ഇഷ്യൂസില് ഞാൻ ചെന്നിടപെടേണ്ടി വന്നു. ഞാൻ LLB ആകുമ്പോൾ ഞാൻ ഡിസ്ട്രിക്ട്സോട് കൂടി പാസ്സായി. പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ LLB പഠിച്ചതെന്നൊന്നും. എന്നാൽ അവിടെ ചെന്ന കർത്താവിന്റെ ദാസന് വേണ്ടി, അപ്പൊ എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ സൗത്ത് ഇന്ത്യൻ സാരമില്ലല്ലോ മിസ്റ്റർ വർഗീസ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, അപ്പൊ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, നോ, ഐ വിൽ ബി ആൻ അഡ്വക്കേറ്റ് ഫോർ ദി ഓൾമൈറ്റി ഗോഡ്, ഐ വിൽ നെവർ ഗോ ടു എനി കോർട്ട് ഫോർ എനി പർപ്പസ് എന്നൊക്കെ അന്ന് വലിയ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ വന്ന ശേഷം എനിക്ക് കർത്താവിന്റെ ദാസന്റെ ആ നോർത്ത് ഇന്ത്യൻ ഇഷ്യൂകളുടെ ബന്ധത്തിൽ അനേക കോർട്ടുകളിൽ 30,000 കോർട്ടുകൾ കയറി ഇറങ്ങേണ്ടി വന്നു. അതൊക്കെ ഞാൻ ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന പലരും കൈമാറിയ സ്ഥാനത്ത് ധൈര്യത്തോടെ നിൽപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. അതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി പേര് കേട്ടുകയാണ്. തോമാച്ചാനൊരു LLB-കാരനെ കിട്ടിയിട്ടുണ്ട്. അവന്റെ ജോലി ഡൽഹി 30,000 കോർട്ട് മുതൽ തിരുവല്ല വരെയുള്ള എല്ലാ കോർട്ടിലും പോയി കേസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നല്ല ക്വാളിഫിക്കേഷൻ. പ്രത്യേകിച്ച് ഈ പ്രസംഗ വേദികളിൽ കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞതായിട്ടൊക്കെ എൻ്റെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് വിവരം നൽകണമേ, ജീവിതത്തിന്റെ യാത്രയിൽ ആ ദൈവദാസന് വേണ്ടി ചെയ്യുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെയ്തു എന്നല്ലാതെ, എൻ്റെ തീരുമാനത്തിനപ്പുറമായിട്ട് ചെയ്തു എന്നല്ലാതെ എനിക്ക് മറ്റൊരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. ദൈവം അതിന് തക്കതായ ഒരു ദർശനമൊക്കെ തന്ന എന്നെ അതിനെ ബലപ്പെടുത്തിയത്. അതിനൊക്കെ പറയാൻ സമയം എടുക്കും, പോകട്ടെ. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് IPC ജനറൽ കൗൺസിലിന്റെ ഇലക്ഷൻ സ്റ്റേ ആയിപ്പോയി.
അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. കാരണം നോർത്തേൺ റീജിയനെ അവോയ്ഡ് ചെയ്തിട്ട് അവർ ഇലക്ഷൻ നടത്താൻ തുടങ്ങി. അപ്പൊ അതിനാ ലീഗലായിട്ട് പോയത്. തന്നെയല്ല, തനിക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ പിന്നെ ഒത്തിരി ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വർഷം 1.5-2 എന്റെ ഹൃദയത്തിൽ വളരെ ഭാരം. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിപ്പാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൃദയ പരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ യോഗ്യമായത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഞാൻ ഈ ചെയ്ത പ്രവൃത്തിക്ക് യാതൊരു കാരണവശാലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഞാൻ 30 ദിവസം ഉപവസിച്ചു. കർത്താവേ, ഇതിനൊരു പരിഹാരം തരണമേ. കർത്താവ് ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KC ജോൺ അവരുകളെയും പാസ്റ്റർ സാം കുഴിക്കാലെയും 30th ഡേയിൽ ഡൽഹിയിലേക്ക് അയച്ചു. ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നു. അവര് വന്ന് ഞങ്ങളെ കണ്ടു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തോമാച്ചാൻ ആകപ്പാട വയലുണ്ടായി. പറഞ്ഞു, നിങ്ങൾ ഇതിനെ ഇവിടെ വന്നേ, നിങ്ങളെ ആര് വിളിച്ചു? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ താൻ സംസാരിച്ചു. എനിഹോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ പോയാട്ട് ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം, ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് അവര് മടങ്ങി സന്തോഷത്തോടെ പോയി. അതിനുശേഷം ഞങ്ങൾ പല ട്രിപ്പുകൾ ഡൽഹി, കേരള നടത്തി, പല മീറ്റിങ്ങുകളൊക്കെ ചെയ്ത ശേഷം അവസാനമായി ഇതിനൊരു കോംപ്രമൈസ് എത്തി. അതിന്റെ കർത്താവിന്റെ ദാസനും പാസ്റ്റർ TS എബ്രഹാം അവരുകളും നോർത്തേൺ ഞാനും ഞങ്ങൾ ഒരുമിച്ച് സൈൻ ചെയ്ത് കോംപ്രമൈസ് ലെറ്ററെല്ലാം എഴുതി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷം ഞാൻ ഡൽഹി വന്നു. ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തോമാച്ചാന്റെ ആഹപ്പാട് നിറം മാറി. അദ്ദേഹം പറഞ്ഞ്, എന്തിനു ചെയ്തു? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായി. ചുരുക്കത്തിൽ പറയട്ടെ, ഞാനന്ന് ഭോപ്പാൽ ഭോപ്പാലിലെ സഭയുടെ പാസ്റ്ററാണ്. ദൈവത്തിന്റെ കൃപയാൽ ആ പ്രദേശത്തും അനേകടത്ത് എവിടെയെല്ലാം ഗ്രാമങ്ങളുണ്ട് അവിടെയൊക്കെ പോകുവാനും ആ പട്ടണത്തിന്റെ എല്ലാ തെരുക്കളിലും കർത്താവ് വചനവുമായി കടന്നു പോകുവാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞങ്ങൾ ആ സഭയെ ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. എന്നിട്ട് ലാസ്റ്റില് ഞാൻ നോർത്തേൺ റീജിയന്റെ ഉത്തരവാദിത്വം, ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വം ഒക്കെ കൈവിട്ടിട്ട് 14 വർഷം തോമാച്ചാൻ എന്നെ കാണാതെ ഉറക്കാൻ വരത്തില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ബ്രദറെ ഓടിവാ. അങ്ങനെ അത്ര ഞങ്ങൾ തിക്കാൻ തിന്നായിരുന്നു. അപ്പൊ ആ ദൈവദാസൻ അവസാനമായിട്ട് ഈ ഇഷ്യൂയിൽ എന്നോട് തനിക്ക് മാനസികമായിട്ട് തനിക്ക് വളരെ 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 എന്താ പറയുന്നത് കൈപ്പായി. എന്നെ ഒറീസയില് അവിടെ ഒരു റീജിയൻ ഒരു സോൺ ഫോം ചെയ്ത് ഒറീസ, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആന്ധ്രയുടെ പ്രദേശങ്ങളൊക്കെ ചേർത്ത് സൗത്ത് സോൺ ഫോം ചെയ്ത് അതിന്റെ പ്രസിഡന്റായിട്ട് അവിടത്തേക്ക് അയച്ചു. റൂറക്കലിൽ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു, പെനിയൽ ബൈബിൾ സ്കൂൾ. അതിന്റെ പ്രിൻസിപ്പലുമായിട്ട് ഞാൻ അടുത്ത 2-3 വർഷം അവിടെ കഴിഞ്ഞു. എന്നാൽ റീജിയനുമായിട്ടുള്ള എന്റെ ബന്ധം പിന്നെയും അങ്ങനെ അകന്നുകൊണ്ടിരുന്നു. അവസാനം 2002 വളരെ വിഷമകരമായ ഒരു അവസരത്തില് അനേക ദിവസങ്ങൾ കണ്ണുനീരിലും പ്രാർത്ഥനയിലും കഴിയുമ്പോൾ, ഉപവാസത്തിൽ കഴിയുമ്പോൾ ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചു. ദൈവം എനിക്ക് കറക്റ്റായ ദർശനം തന്നു. എന്നോട് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ K. തോമസ്, നിങ്ങൾ പലരും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മധ്യപ്രദേശത്തില് അതിന്റെ ജോണിന്റെ പ്രദേശത്തിന്റെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഗുരുള എബ്രഹാം പാസ്റ്റർ ജ്യേഷ്ഠനാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുമിച്ചാണ് ശുശ്രൂഷയിൽ അവിടെ പ്രവർത്തിക്കുന്ന റോർക്കലയിൽ. എന്നെ ദൈവരെ കൊണ്ടുവരുവാൻ കർത്താവിന്റെ ദാസനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത മറ്റു 2 പേരോട് കൂടെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കർത്താവിനെ വ്യക്തമായിട്ട് കാണിച്ചു. ആ ദൈവദാസനെ തുടർന്ന് 2-3 അവിടുത്തുകാരായ മനുഷ്യർ ഓരോരുത്തർക്ക് എന്ത് പൊസിഷനാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, പേരെന്തായിരിക്കണം, ഇങ്ങനെയൊക്കെ എല്ലാം വ്യക്തമായിട്ട് ഞാൻ കണ്ടു. ഞാൻ ആ ദൈവദാസനുമായിട്ട് ഷെയർ ചെയ്തു. കർത്താവിനോട് പറഞ്ഞു, ദി എൻഡ് ടൈം അപ്പോസ്റ്റലിക് മിനിസ്ട്രീസ്, ഞങ്ങൾ അതിന് ബ്രാക്കറ്റിൽ ടീം ഇന്ത്യ എന്ന് പറയും, അങ്ങനെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് വേല തുടങ്ങാൻ കർത്താവ് എനിക്ക് അതിനുള്ള ദർശനം തന്നു. മാത്രമല്ല, ദി അപ്പോസ്റ്റലിക് പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ എന്ന പേരിൽ സഭകൾ സ്ഥാപിപ്പാൻ കർത്താവ് കൃപ തന്നു. അതോടൊപ്പം തന്നെ ഒരു ബൈബിൾ സ്കൂൾ ചെറുതായിട്ട് 1 year റെസിഡൻഷ്യൽ കോഴ്സ് CTH എന്ന ഒരു കൊച്ചു സർട്ടിഫിക്കറ്റ്, 1 വർഷം 15, 20, 25 പേരെ കൂടെ നിർത്തി താമസിപ്പിച്ച് ആഹാരം കൊടുത്ത് ദൈവവചനം പഠിപ്പിച്ച് അവരുടെ സകല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് 1 വർഷം കൊണ്ട് അങ്ങനെ ഒരു 20-25 കുഞ്ഞുങ്ങളെ അവിടുത്തുകാരായ യൗവനക്കാരെ ട്രെയിൻ ചെയ്ത് അയക്കാനുള്ള കൃപ ദൈവം അന്ന് ഞങ്ങൾക്ക് ദർശനം അനുസരിച്ച് അത് ഞങ്ങൾ ചെയ്തു വരുന്നു. ഇപ്പോൾ അതിന്റെ 20ാമത്തെ ബാച്ച് നടക്കുകയാണ്. കഴിഞ്ഞ 19 ബാച്ചുകളായിട്ട് കർത്താവിന്റെ കൃപയാൽ ഏകദേശം 100-400 യൗവനക്കാരെ ഒറീസ, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഈ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു ദൈവത്തിന്റെ വചനം പഠിച്ച് അവിടെ പോയി കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പോൾ 2002 ഞാൻ
പൂർണ്ണമായിട്ട് IPS നോർത്ത് റീജിയനുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അപ്പൊ അന്നേരം കാര്യങ്ങൾക്ക് സാമ്പത്തികമായ വിഷയമാണല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ നേരത്തെ ഞാൻ എന്തുവാ സൗത്ത് സോണിന്റെ ട്രഷറായിട്ടിരിക്കുമ്പോഴേ ദൈവദാസനമായി വന്ന സപ്പോർട്ട് എന്റെ കയ്യിലൂടെയാണ് വരുന്നത്. 200-300 രൂപയൊക്കെ വരുന്നത്. അപ്പൊ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി, കർത്താവ് ഇത്രയും അല്പം തുകൊണ്ട് എങ്ങനെ അവർ ജീവിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നമുക്ക് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഒരു എന്റർപ്രനുവർ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടു. അപ്പൊ എന്റെ മനസ്സിലങ്ങനെ തോന്നി, നല്ല കാര്യം, ഇത് ദൈവത്താൽ സംഭവിച്ചതാ. ഞാൻ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അവർ പറഞ്ഞു, യു ഡു നോട്ട് റിക്വയർ എനി ട്രെയിനിങ്, whenever you are in need of funds you come to us, we will help you. അപ്പൊ പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രിക്ക് ഒക്കെ എഴുത്തിയാടി അനേക വർഷങ്ങൾ അതിൽ കിടന്ന് ഒത്തിരി വെള്ളം കുടിച്ചു. മാത്രമല്ല എന്റെ ഈ ശരീരം, നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ശരീരം ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ എത്ര മണിക്കൂർ ഉപയോഗിക്കുമോ അതിശയോക്തിയൊന്നുമല്ല, സ്വർഗത്തിൽ ദൈവം സാക്ഷിയ, അതിന്റെ ഡബിൾ ഈ ശരീരം കൊണ്ട് ഞാൻ അധ്വാനിച്ചു. രാവിലെ 7 മണിയാകുമ്പോൾ ഞാൻ റെഡിയാകും. 7:30 ആകുമ്പോൾ എന്റെ പ്രിയ ഭാര്യ എനിക്ക് ആഹാരമെല്ലാം ക്രമീകരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. ഞാൻ കഴിച്ചിട്ട് പോകും. വേറെ ഡ്രൈവറില്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യും. എന്നിട്ട് ദിവസം മുഴുവൻ പല കാര്യങ്ങൾക്ക് കർത്താവിന്റെ ദാസന്മാരെ കൊണ്ടുപോകാൻ ബൈബിൾ സ്കൂളിലെ വിഷയങ്ങൾക്ക്, ഫാക്ടറിയുടെ കാര്യങ്ങൾക്ക്, ഇങ്ങനെ ഓടി 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 കുറഞ്ഞാലും ഒരു ദിവസം ഒരു 16 to 18 hours ഞാൻ അധ്വാനിച്ചു. ദൈവം അതിന് എനിക്കുള്ള കൃപ തന്നു. കർത്താവിന്റെ ദാസൻ പൗലോസ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ പോലും എന്റെ ശരീരത്തിന് ഒരു ദിവസം പോലും ലഞ്ച് കഴിഞ്ഞിട്ട് സാധാരണ ആളുകളൊക്കെ വിശ്രമിക്കും. ഞാൻ പ്രായമുള്ള ആളാണ്, പണമൊക്കെ ഉള്ള ആളാണ്, ഒരു ഇൻഡസ്ട്രിയുടെ ഉത്തരവാദിത്വമുണ്ട്, ബൈബിൾ സ്കൂളിന്റെ ഉത്തരവാദിത്വമുണ്ട്, സഭയുടെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ എനിക്കൊരു 1/2 മണിക്കൂർ വേണമെങ്കിൽ ഉറങ്ങാം. എന്നാൽ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരി പോലും ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂർ അവർ റെസ്റ്റ് എടുക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും പോലും റെസ്റ്റ് എടുക്കാറില്ല. ഞാനൊരു പുകഴ്ചയ്ക്ക് വേണ്ടി പറയുകയല്ല. ആഹാരം കഴിഞ്ഞ് കൈ കഴുകുമ്പോ വണ്ടി എടുക്കുന്ന നിൽക്കും, അത്രേ ഉള്ളൂ. അതിൽ കൂടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നവർ രാത്രി 10 മണി 11 12 മണിയൊക്കെ ആയിരിക്കും. ഞാൻ ഈ ശരീരത്തെ കൊണ്ട് ഞാൻ ഒത്തിരി അധ്വാനിപ്പാൻ ദൈവത്തിന് കൃപ തന്നു. ഞാൻ ആദ്യം വായിച്ചതുപോലെ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാണ് എനിക്ക് അങ്ങനെയുള്ള കൃപ തന്നത്. ഹല്ലേലൂയ. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോയി. പെട്ടെന്ന് ഞാൻ ഈ കോവിഡ് പീരീഡിലേക്ക് വരട്ടെ. അതിനു മുൻപ് 2019 ഞങ്ങൾ ഏതാണ്ട് 10-15 വർഷം തോറുകൾ കുടുംബമായി പാർത്തു. അനേക സാമ്പത്തിക നന്മകൾ കർത്താവ് നൽകി. ലക്ഷങ്ങൾ കോടികളൊക്കെ കൈകളൊന്നും എല്ലാം കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ചിലവിടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നതുകൊണ്ട് ഞാനത് ചെയ്തു. അനേക ഗ്രാമങ്ങൾ ആദിവാസികളുടെ ഇടയിൽ കടന്നുപോയി. 100, 150, 120, 200 കിലോമീറ്റർ ദൂരെ പോയി ഗ്രാമങ്ങളിൽ കണ്ടുപിടിച്ച് സുവിശേഷം അറിയിച്ച് അവിടെയുള്ള പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നടത്തുവാനും അവിടെ ആരാധനാ സ്ഥലങ്ങളും മറ്റും ഒക്കെ ചെറുതായിട്ടൊക്കെ പണിത് കൊടുത്ത് അവരെ നിലനിർത്തുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങനെ മുൻപോട്ട് പോകുന്ന അവസരത്തിലാണ് പിശാചൻ ഒരു വിധത്തിലും അങ്ങോട്ട് സഹിക്കുന്നില്ല. ഒരു വിഘ്നവും കൂടാതെ കർത്താവിന് വേല ചെയ്തു വരിക. 2019 ഞങ്ങൾ 16 വർഷം താമസിച്ച ഒരു വീട്, ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്, 7 ബെഡ്റൂം വിത്ത് അറ്റാച്ച് ബാത്ത്, നല്ല ഒരു വീടാണ്. അവിടെ ഞാൻ ഒരു റോർക്കലയില് ഉള്ള എല്ലാ ക്രിസ്ത്യ പ്രസ്ഥാനത്തിന്റെയും മുൻപിലുണ്ട്. ഗിഡിയോൺസിന്റെ പ്രസിഡന്റാണ്, അനേക വർഷങ്ങളായിട്ട് ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. അതുപോലെ റോർക്ക ക്രിസ്ത്യൻ കൗൺസില്, എന്താ പറയുന്നത്, ദ പെന്റക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് ലീഡേഴ്സ് ഫെലോഷിപ്പ്, ഇങ്ങനെയുള്ള പലതിന്റെയും മുന്നിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ദിവസങ്ങളില് എന്റെ വീട്ടില് എന്താ പറയുന്നത്, അനേക കാർഡുകള്, ഗിഡിയോൺസിന്റെ 2-3 ട്രക്ക് ലോഡുകളുള്ള ബൈബിള്, ഇങ്ങനെ അനേക കാര്യങ്ങൾ. എന്റെ 4 കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം അവരുടെ പേഴ്സണൽ അസറ്റ്സ്, ഇങ്ങനെ വീട് നിറയെ സാധനങ്ങളാ. അബ്രപ്റ്റ്ലി പെട്ടെന്നാണ് ഒരു ദിവസം ഒരാഴ്ചത്തെ ഗ്യാപ്പിട്ട് ഹൗസ് ഓണർ പറയുന്നത്, ഹൗസ് സോൾഡ് ദിസ് ഹൗസ് നൗ യു വിൽ നോട്ട് വെക്കേറ്റ് ഇറ്റ്. ഉടനെ ഞാൻ അങ്ങ് പെട്ടെന്ന് അമ്പരന്ന് പോയി, കർത്താവ് ഇനി പെട്ടെന്ന് നിങ്ങളുടെ വീട് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു നല്ലൊരു വീടിന് വേണ്ടി, ബട്ട് ഇറ്റ് ടുക്ക് സം ടൈം. എന്നിട്ട് ഇൻ ദ മീൻ ടൈം ആ വാങ്ങിയ ആളുമായിട്ട് ഒത്തിരി ഇഷ്യൂ ഉണ്ടായി. താൻ എന്നെ വന്ന് ത്രെട്ടൺ ചെയ്യാൻ തുടങ്ങി. പറഞ്ഞു, നീ വെക്കേറ്റ് ചെയ്തില്ലയോ? ഞാൻ പറഞ്ഞു, വെക്കേറ്റ് ചെയ്യും. ഐ എം സ്റ്റേയിങ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 16-17 years. Who are you to ask me to get out?
Did you ask me? You know I am here as a tenant. You did not ask me at all. So keep quiet. So അവനെ ഞാൻ അവന്റെ വായ അടപ്പിച്ചു. അവസാനം അവൻ തണുത്തു. ഓൻ വന്ന് എന്നോട് പറഞ്ഞു, let us make an agreement. I said yes. ഞാൻ 3 മാസം സമയം എടുത്ത് ഒരു അഗ്രിമെന്റ് ചെയ്തു. അഗ്രിമെന്റ് ചെയ്തിട്ട് 1 മാസത്തിൽ ഞങ്ങളുടെ അഗ്രിമെന്റ് ഡേറ്റ് തീരുന്നതിന് മുൻപായിട്ട് ആ വീട് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുവേലക്കാരായ കർത്താവിന്റെ 2-3 ദാസന്മാരും ഏകദേശം 1 മാസം 1 month it took us to vacate that house. അപ്പൊ ഇതെല്ലാം ലോഡ് ചെയ്ത് വേറൊരു പുതിയ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കിട്ടിയത്. താഴെ എങ്ങും കിട്ടിയില്ല. അതെല്ലാം അതിന്റെ മണ്ടുകൾ ലോഡ് ചെയ്ത്. അപ്പൊ ഈ 1 മാസം ഞങ്ങൾ വീട്ടിൽ ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ല. വെളിയിൽ നിന്നല്ലോ കൊണ്ടുവന്ന് കഴിക്കും, എന്തെങ്കിലുമൊക്കെ വിശപ്പടക്കും. ഇങ്ങനെ ആ ഷിഫ്റ്റിംഗ് നടന്നത്. അത് നടന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ വാത്സല്യ ഭാര്യ അവള് രോഗിയായി തീർന്നു. അവൾക്ക് ന്യൂമോണിയ അറ്റാക്ക് ആയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ICU-ല് 10 ദിവസം അവൾ അവിടെ കിടന്നു. എന്നിട്ട് വീണ്ടും ഡിസ്ചാർജ് ആയി ഭവനത്തിൽ വന്നെങ്കിലും ഹെൽത്തിന് ഒരു ഇമ്പ്രൂവ്മെന്റും ആകുന്നില്ല. ലാസ്റ്റിൽ ഞാൻ 2019 ഡിസംബർ ആയപ്പോൾ എൻ്റെ ഇളയ മകൻ ഡൽഹിയിലുണ്ട്, പിന്നെ അവന്റെ പേര്, ഞാൻ അവിടെ പോയി. അവൻ വിളിച്ചു, ഡാഡി മമ്മിയെ കൊണ്ടുവന്നു, ഇവിടെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഉണ്ട് ഡൽഹിയിൽ. അവിടെ എൻ്റെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്ത് അവരെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. അവസാനം അവരുടെ ക്രിയാറ്റിനും എല്ലാം ഒത്തിരി അങ്ങ് കൂടാൻ തുടങ്ങി. ബ്ലഡ് യൂറിയായും ക്രിയാറ്റിനും ബിയോണ്ട് ലിമിറ്റ് ഇൻക്രീസ് ആയി. അപ്പൊ അവര് പറഞ്ഞു ഡയാലിസിസ് ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഡയാലിസിസ് സമ്മതിക്കണ്ട, ഡോണ്ട് അഗ്രി ഫോർ ദാറ്റ്. അതൊരു വലിയ പെയിൻഫുൾ പ്രോസസ്സാ. ഇനിയാവും അവളും മാനേജ് ചെയ്തെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാവരും വന്ന് അവിടെ പെട്ടെന്ന് എൻ്റെ മൂത്ത മകൻ സിംഗപ്പൂരിൽ നിന്നൊക്കെ കടന്നു പോന്നു. എൻ്റെ മകളും മരുമോനും ഇവിടെ നിന്ന് അന്ന് ഭദ്രാവതിയിലും കണ്ട പെട്ടെന്ന് അവരും ഡൽഹി വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് അനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകട്ടെ. അവസാനം അവിടെയുള്ള ഡയാലിസിസിനായിട്ട് അവർ തുടങ്ങി. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 2-3 വീക്സ് ഡയാലിസിസ് നടത്തി. എൻ്റെ മകൻ താമസിക്കുന്ന ഒരു 2nd ഫ്ലോറിലാണ്. അതിന് ലിഫ്റ്റ് ഒന്നുമില്ല, ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട്. അപ്പം ചേറി വെച്ച് മേളിൽ കൊണ്ടുപോകും, താഴെ ഇറക്കുകയൊക്കെ ചെയ്യണം. അതൊക്കെ കുറച്ച് വിഷമമായി. അപ്പോൾ അവിടെ എല്ലാവരോടും പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നമുക്ക് പൂനെയിൽ പോകാം, മൂത്ത മകളുടെ അടുത്ത് പോകാം. അവർ താമസിക്കുന്ന വീട്ടിൽ ലിഫ്റ്റൊക്കെ ഉണ്ട്, പ്രയാസമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ വെഗ്രി ചെയ്തു. അങ്ങനെ ഞങ്ങള് ജനുവരി 9-ാം തീയതി 2020 ജനുവരി 9-ന് പൂനെയിൽ കടന്നു വന്നെങ്കിലും ട്രീറ്റ്മെന്റ് തുടരണമല്ലോ. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് അവർ റെക്കമെൻഡ് ചെയ്ത് നല്ല ഡോക്ടർ ഇന്ന ഹോസ്പിറ്റൽ നല്ലതാ, അവിടെ പോയി ഞങ്ങൾ ഇതൊക്കെ. അപ്പൊ ഇവിടെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ജനുവരി 9 മുതൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 8-ാം തീയതി വരെ ഏകദേശം 3 മാസത്തോളം ആഴ്ച 2 പ്രാവശ്യം വീതം ഞാൻ കൊണ്ടുപോകും. ഒത്തിരി എനിക്ക് വിഷമം തോന്നി. കാരണം അത്ര വിഷമകരമായ ഒരു കാര്യമാണ് ഈ ഡയാലിസിസ്. നിങ്ങൾ കർത്താവ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആർക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അത് അത്ര വിഷയമാണ്. എന്നോട് അവസാനം എൻ്റെ ഭാര്യ പറഞ്ഞു, അയ്യോ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്തായി പറയുന്നത്? വയ്യ എനിക്ക് സഹിക്കാൻ വയ്യ എന്നും മറ്റും എന്നോട് പറയുമായിരുന്നു. ഇനിയോ ഞങ്ങൾ വീട്ടിൽ വന്ന ഒരു ദിവസവും അവൾ ഒത്തിരി ടയർഡായി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നു, തറോ ചെക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങള് ആ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും പോയി. അവിടെ ചെന്ന് അന്ന് പകലെല്ലാം ഞാൻ അവിടെ കൂടെയുണ്ട്. അവളെ എന്താ പറയുന്നത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് അവർ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. പറഞ്ഞു ബെഡൊക്കെ ഖാലിയുണ്ട്, പക്ഷേ കോവിഡ് ടെസ്റ്റ് നടത്താതെ ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പെട്ടെന്ന് കോവിഡ് ടെസ്റ്റിന് വേണ്ടി എല്ലാം എടുത്തു. വയ്യപ്പത്തിന് റിസൾട്ട് വന്നു, നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അവളെ അഡ്മിറ്റ് ചെയ്തു അവര്. അപ്പൊ അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കും, ഡാഡി വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് പോവാ. ഞാൻ പറഞ്ഞില്ല മക്കളെ, നിങ്ങൾ പോവും, ഞാൻ അമ്മയോട് ഇരുന്നോളാന്ന് പറഞ്ഞു. അന്ന് രാത്രി 12:30 ആയപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് വന്നു. എന്നോട് ചോദിച്ചു, ഹു ഇസ് ദിസ് പേഷ്യന്റ് ടു യു? ഞാൻ പറഞ്ഞു, ഷീ ഈസ് മൈ വൈഫ്. എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു, ഷീ ഹാഡ് എ കാർഡിയാക് അറ്റാക്ക് of about 20 minutes. We tried to revive her, but we do not know what will happen. So അവളെ വേറെ ഏതാണ്ട് ഒരു ടിപ്പിക്കൽ ഇതിലുള്ള ട്രീറ്റ്മെന്റ് അവർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഞാനതിന് എതിരൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്നെ കൊണ്ട് അവർ സൈൻ ചെയ്ത് വാങ്ങിയിട്ട് എന്തൊക്കെയോ ചെയ്തു അവര്. എന്തിനു പറയുന്നു, അടുത്ത ദിവസം രാവിലെ 6 മണി ആയപ്പോഴത്തേന് എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൽ കടന്നുപോയി. എൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ
ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടുമാണ്. കർത്താവിന്റെ കൃപയാല് പാസ്റ്റർ സിറ്റി ജോസഫ് നിങ്ങൾ അറിയുമായിരിക്കും, കുമ്പനാട് സിറ്റിയിലത്തെ ആന്ധ്രാപ്രദേശത്ത് 10-30 വർഷക്കാലം കർത്താവിന്റെ മുഖത്തുള്ള ശുശ്രൂഷ ചെയ്ത് കർത്താവിന്റെ ദാസന്റെ മൂത്ത മകളാണ് എൻ്റെ ഭാര്യ. BSc BEd പാസ്സായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചാണ് റോക്കല വന്നത്. ഒരു ദിവസം പോലും ഞാൻ സ്കൂളിൽ പിന്നെ വിട്ടിട്ടില്ല. കുഞ്ഞുങ്ങളെ നോക്കി, കുടുംബകാര്യങ്ങൾ നോക്കി, ദൈവദാസന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്ത് എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളെ എന്തിനു പറയുന്നു, കർത്താവ് തന്റെ അടുത്തേക്ക് വിളിച്ചു. അത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. 10-ാം തീയതി ഗുഡ് ഫ്രൈഡേ ആണ്. അന്നെല്ലാം ലോക്ക്ഡൌൺ ആണ്. ആർക്കും മൂവ് ചെയ്യാനൊക്കത്തില്ല. ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വളരെ ബന്ധപ്പെട്ടിട്ട് 6 പേരെയും കൊണ്ട് 6 persons അറ്റൻഡ് ചെയ്യാവുന്ന മാത്രം ഒരു ഓർഡർ കിട്ടി. ഇപ്പൊ ഞാന്, എൻ്റെ മകള് ഫിനീഷ് സമൂഹൽ മരുമോന് സഭയിലെ പാസ്റ്റർ, 4 വേറെ രണ്ട് സഹോദരന്മാർ സഭയിലെ, ഞങ്ങൾ 6 പേര് കൂടി എൻ്റെ പ്രിയപ്പെട്ടവളെ ഇവിടെ പൂരില് അവളെ ഞങ്ങൾ അടക്കം ചെയ്തു. അതെന്റെ ജീവിതത്തിന് ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഭയങ്കരമായ ഒരു അടിയായിരുന്നു. ഞാനങ്ങ് തളർന്നു. അത് മനുഷ്യനല്ലേ. ഞാൻ ചോദിച്ചു, കർത്താവ് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇത്രയും നാൾ നിന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ സഹായിച്ച അങ്ങേ ദാസി എന്തിനാ അങ്ങ് വിളിച്ചത്? ഒരു കുഞ്ഞിനെ പോലും പലപ്പോഴും കരഞ്ഞു. ആ സമയത്താണ് നമ്മുടെ തൂലിക TV-യിലൂടെയുള്ള പ്രയർ ലൈനിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിവാനിടയായ കർത്താവിന്റെ പാസ്റ്റർ OJ മാത്യു അവർ എനിക്ക് ലിങ്ക് തരികയും ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും തുടർന്നുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഒറിയ എല്ലാ പ്രയർ ലൈനുകളിലും വളരെ സജീവമായിട്ട് അറ്റൻഡ് ചെയ്ത് കുറെ എൻ്റെ ദുഃഖങ്ങൾ കണ്ടതിലും ഒക്കെ മാറി, ഒക്കെ ഇങ്ങനെ മാറി. പക്ഷെ എനിക്ക് ഇവിടെ പൂരയിൽ നിന്നും പോകാനൊക്കത്തില്ല. കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ആണ്. ഒറീസയിലെല്ലാം അങ്ങനെ കിടക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും, സൂമിൽ കോണ്ടാക്ട് ചെയ്യും എന്നല്ലാതെ പേഴ്സണലി പോകാൻ ആർക്കും ഒക്കാത്തൊരു സമയം. ഏതാണ്ട് ഒക്ടോബർ മാസം വരെ ഞങ്ങൾ ഇവിടെ പൂനെയിൽ താമസിച്ചു. താമസിച്ച ശേഷമായിട്ട് ഒക്ടോബർ മാസത്തിൽ കടന്നുപോയി. എല്ലാം പാക്ക് ചെയ്ത് ഒരു വലിയ കണ്ടെയ്നർ വിളിച്ച് 10-55 വർഷത്തെ ജീവിതത്തിന്റെ എല്ലാ പങ്കപാടുകളും പാക്ക് ചെയ്ത് ഞങ്ങൾ പൂനെ വന്നു. ഞാൻ വന്നില്ല, ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. എൻ്റെ ഹൃദയം അങ്ങോട്ട് സമ്മതിക്കത്തില്ല. ഞാൻ നിങ്ങൾ പോയി, ഞാൻ അങ്ങ് വന്നേക്കാം. തുടർന്ന് ഞാൻ എൻ്റെ ഹൃദയം ഒട്ടും അങ്ങോട്ട് വേല കളഞ്ഞിട്ട് ഉള്ള സന്തോഷം ഉണ്ടായില്ല. പിന്നീട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ പാക്ക് ചെയ്ത് അടുത്ത ഒരു ട്രക്കിന് ഇങ്ങോട്ട് അയക്കാൻ. ഞാൻ ഫെബ്രുവരി മാസത്തിൽ പൂനെയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ, ഒക്ടോബറിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വീണ്ടും തിരിച്ചു ലോറികളിൽ കൊണ്ടുപോയി. ഞങ്ങൾ റെന്റിന് വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു റൂം സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് AC-യോ ഗീസറോ എന്തെല്ലാം കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളോ എല്ലാം ക്രമീകരിച്ച് ഇവിടെ ഇനി സ്ഥിര താമസം എന്ന് പറഞ്ഞ് ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സഭക്കാരും അതുപോലെ എന്നെ ദൈവത്തെ പോലെ നോക്കുന്നേ, എനിക്ക് എന്തോ വേണം എല്ലാം അവർ തരും. എൻ്റെ ഉദ്ദേശം കർത്താവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് നടത്തുക എന്നുള്ളതാണ്. വളരെ ആ ദിവസങ്ങളിൽ ഞാൻ അധ്വാനിച്ചു, വളരെ മാനസികമായി തകർന്നെങ്കിലും ഒട്ടും അധൈര്യപ്പെടാതെ അവരെയൊക്കെ ബലപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെയൊക്കെ ഞാൻ നാട്ടില് ഒരു സഹോദരന്റെ മകളുടെ വിവാഹത്തിനായിട്ട് കടന്നുപോയിട്ട് ഞാൻ മടങ്ങി വരുന്നത് നാട്ടിൽ നിന്ന് കോവിഡും കൊണ്ടാണ് വരുന്നത്. അപ്പൊ വന്ന് ഭയങ്കര ചുമയും വിഷമവും ഒക്കെ ഉണ്ടായി. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അതിന്റെ മിഡിൽ റൂമിലാണ് ഈ ബൈബിൾ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ റൂമും കൂടെ കടന്നാൽ എനിക്ക് വെളിയിൽ പോകാനൊക്കത്തുള്ളൂ. 10 ദിവസം ഞാൻ ആരെയും അറിയിക്കാതെ ആ മുറിക്കകത്തിരുന്ന് ഇങ്ങനെ അടക്കിയിരുന്ന അവസാനം എനിക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ വയ്യാതായി. ഞാൻ പ്രിയപ്പെട്ടവരെ വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ചെന്ന് നോക്കിയപ്പോ എന്നാ കംപ്ലീറ്റ് എൻ്റെ ലങ്സിന്റെ 87% ഇൻഫെക്റ്റഡ് ആയി. ഉടനെ അവർ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ICU-ൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ 10 ദിവസം അവിടെ കിടന്നു. ഓരോ ദിവസവും ഓക്സിജൻ സപ്പോർട്ടിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നു. അതിനുശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്താൽ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? കാരണം കോവിഡ് കാരണം ആരും വീട്ടിൽ കയറ്റത്തില്ല. പ്രത്യേകിച്ച് ബൈബിൾ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വിഷയം ഉണ്ടാകരുത് കരുതി ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ പോൾക്കത്താമൊരു ദാസൻ ജിമ്മി തങ്കച്ചൻ, നിങ്ങൾ പലരും അറിയുമായിരിക്കും. എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ സ്നേഹിക്കുക, എന്നെ ഒരു പിതാവിനെ പോലെ ആ പ്രിയ പൈതൽ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഫോൺ ചെയ്തു, അങ്കിളെ എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നു, എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക, ദൈവം തന്നെ നല്ല വീട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ചിന്തിക്കാം. ഞാനത് തമാശയായിട്ട് എടുത്തു. പക്ഷേ ഡിസ്ചാർജ് ആവുന്നൊരു തലേ ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നാളെ പോകുമ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം ആര് തരും? ആരുടെ കൂടെ പാർക്കും എനിക്കറിയത്തില്ല.
ഒത്തിരി കരഞ്ഞ് ഞാൻ. ഹല്ലേലൂയ. മാത്രമല്ല ഞാൻ അവിടെ കിടക്കുമ്പോൾ എന്റെ വീടിന്റെ കീഴെ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് പറയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരൊക്കെ എന്റെ കണ്ണിന്റെ മുൻപിൽ സൗഖ്യമായി പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്നെ വീട്ടിലേക്ക് അയറ്റും? ആരെനിക്ക് വേണ്ടി ചെയ്യും? എന്റെ പ്രിയപ്പെട്ടവളോ ഇല്ല, കുഞ്ഞുങ്ങൾ എന്റെ കൂടില്ല. ഈ ദൈവത്തിന്റെ ദാസൻ ഡിസ്ചാർജ് ആകുന്നതിന്റെ അന്ന് പകൽ വീണ്ടും ഫോൺ ചെയ്തു, നിങ്ങളെ എപ്പോഴാ വരുന്നേ? അപ്പൊ എനിക്ക് മനസ്സിൽ ദൈവത്താ സംഭവിച്ചതാ. ഞാൻ പറഞ്ഞു, ജിമ്മി നീ പറഞ്ഞ ഞാനങ്ങ് വന്നേക്കാം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു, നിങ്ങൾ കാരെടുത്തോണ്ട് വാ, എന്നെ ജിമ്മിയുടെ വീട്ടിൽ കൊണ്ട് നാക്കാൻ പറഞ്ഞു. ആ പ്രിയപ്പെട്ടവർ ജിമ്മിയും ആലീസും 3 കുഞ്ഞുങ്ങളുണ്ട്. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ ഒത്തിരി വലുതല്ല. അവർ ആ കുടുംബത്തിൽ തന്നെ 1 മാസം ഒരു പിതാവിനെ പോലെ നോക്കി. കറക്റ്റായിട്ട് ദിവസം 5 നേരം എനിക്ക് ആഹാരം, എനിക്ക് പാല്, എനിക്ക് കരിക്കിന്റെ വെള്ളം, എന്തെല്ലാം വേണം അതെല്ലാം തന്ന് 1 മാസമായപ്പോഴത്തേന് എന്റെ ആരോഗ്യം ഇമ്പ്രൂവ് ആയി. എനിക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യമായി. ഞാൻ പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഡൽഹി വഴി പൂനെ വന്നു. പൂനെ വന്ന് എന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇവിടെ താമസിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ അടുത്ത കാര്യങ്ങൾ. അപ്പോൾ ആ 2 അറ്റാക്കും എന്റെ ഭാര്യയുടെ ഇഷ്യൂ, എന്റെ കോവിഡും കഴിഞ്ഞിട്ട് എന്നോടൊപ്പം തന്നെ കർത്താവിന്റെ വില എഴുതുന്ന ഒരു അനുഗ്രഹിക്കോട് ഒരു പൈതല് അഞ്ജൻ എന്ന് പറയും. പെട്ടെന്ന് അവൻ അറ്റാക്കായി. അറ്റാക്കാന്ന് പറഞ്ഞാൽ കോവിഡ് അറ്റാക്കായി. അവൻ 10-15 ദിവസം അതേ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെ ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ നിരുത്സാഹപ്പെടുത്താനുള്ള ശാരീരിക പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ 2 പേരിൽ ഡിസ്ചാർജ് അവിടെ നിന്ന് എനിക്ക് 4 ലക്ഷത്തിന് ചിലവായി, അവൻ 6 ലക്ഷം രൂപയായി. ദൈവം അതിനൊക്കെ വഴി ഒരുക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പണമൊന്നും കൊടുക്കേണ്ടി വന്നില്ല. കർത്താവ് അതെല്ലാം ചെയ്തു വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും മടങ്ങി വന്ന് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നുകൊണ്ടിരിക്കുമ്പോൾ 2020 ഞങ്ങളുടെ 18ാമത്തെ ബാച്ച് അതിന്റെ ഗ്രാജുവേഷൻ നടക്കണം. അപ്പൊ കോവിഡ് കാരണം എങ്ങും ബൈബിൾ സ്കൂളിൽ പിള്ളേരില്ല, ആർക്കും ധൈര്യമില്ല. എല്ലാവരും പിള്ളേരെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. ഞങ്ങൾ എന്നാൽ ദൈവത്തെ കൃപയിൽ ആശ്രയിച്ച് ഒട്ടും അധൈര്യപ്പെടാതെ ആ 18th ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഗ്രാജുവേഷൻ ഡിസംബർ ആയപ്പോഴത്തേക്ക് നടത്തി. അത് ഞങ്ങൾ അവിടുന്ന് 165 കിലോമീറ്റർ ദൂരമുള്ള ഒരു ദേവപ്പാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചർച്ച് ഹോൾ ഉണ്ടാക്കി. അതിന് ഇനാഗുറേഷനും ഈ ഗ്രാജുവേഷനും എല്ലാം ഒന്നിച്ച് നടന്നു അവിടെ വെച്ച്. അപ്പൊ അത്രയൊക്കെ ആയപ്പോഴത്തേന് പിശാചിന് സഹിക്കാൻ വയ്യ. ഞങ്ങളുടെ പുറകെ പിന്നെയും കൂടാൻ തുടങ്ങി. അടുത്ത ബാച്ചിലേക്കുള്ള ആളുകൾ വരാൻ തുടങ്ങി. 19ാമത്തെ ബാച്ചിലേക്ക് ആളുകൾ വന്നു. ഞങ്ങൾ അവരെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഗ്രാജുവേഷനൊക്കെ നടന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അടുത്ത അറ്റാക്ക്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ കർത്താവിന്റെ പൈതൽ, അവൻ നല്ല ഡ്രൈവറാണ്, ദൈവവചനം പഠിപ്പിക്കും, ദൈവസഭയെ ശുശ്രൂഷിക്കും. ഞാന് വചനം സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉള്ള ഒരു ദൈവ പൈതലാണ്. അവന് ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞങ്ങളുടെ വർക്കിന്റെ ഞങ്ങളുടെ വയലയുടെ കാര്യം ഒരു 2 മിനിറ്റ് പറയട്ടെ. എല്ലാ സൺഡേയിലും തേഴ്സ്ഡേയിലും ഞങ്ങൾ ഔട്ട് റീച്ചിന് പോകും. നമുക്ക് ദൈവം ഒരു കൊച്ചു വണ്ടി തന്നിട്ടുണ്ട്. 4-5 പേര് അല്ലെങ്കിൽ 10 പേര് അതിനകത്ത് കയറിയിട്ട് ഒരു 2-3 ഗ്രാമത്തിൽ പോയി കാര്യങ്ങൾ ചെയ്തിട്ട് മടങ്ങി വരും. അങ്ങനെ ഒരു ഡിസംബർ മാസത്തിൽ മടങ്ങി വരുമ്പോൾ, ഏപ്രിൽ മാസത്തിൽ മടങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ്. രാത്രി 12 മണിയായി. മുൻപിൽ ഒരു ട്രക്ക് വന്ന് കിടപ്പുണ്ട്. ഇവൻ കണ്ടില്ല, ഇടിച്ചിട്ട് അവന്റെ തല മുഴുവൻ പൊട്ടി ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ രക്തം ഒഴുകുക. അതും അവിടുത്തെ എക്സ്പ്രസ് വേയില. ഒരു മനുഷ്യനും സാധ്യമില്ല. ഒരു അല്പസമയം കിടന്ന് അങ്ങനെ മരിച്ചു പോകും. നിങ്ങൾ വിശ്വസിക്കുക, സുഖത്തിലെ ദൈവം ഒരു പട്രോളിംഗ് പോലീസ് ജീപ്പിനെ 10 മിനിറ്റിനോട് അയച്ചിട്ട് ഇവനെ പെട്ടെന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 10 ദിവസത്തോളം ICUവിൽ കിടന്നു. എന്നാൽ അവനെ തകർക്കാനായിട്ട് പിശാച് നോക്കി. ദൈവം അവനെ വിടുവിച്ചു. ഹല്ലേലൂയ. പിന്നെ ആ വേല ഞങ്ങൾ അപ്രകാരം തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഈ ഹോളിഡേയ്സിൽ, പ്രത്യേകിച്ച് 26 ജാനുവരി 25 ഡിസംബറിലൊക്കെ ഔട്ട്റീച്ചിന് പോകും. ഞങ്ങൾ മുഴുവൻ സഭയുമായിട്ട് ഒരു ബസ് എടുത്ത് പ്രിയപ്പെട്ടവരെല്ലാം കൂടെ കയറി പോകും. വലിയ സന്തോഷമാണ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോ എനിക്ക് പിന്നെയും എന്റെ ഒരല്പമായ ശാരീരിക വിഷമമുണ്ടായി. ഞാൻ പ്രിയപ്പെട്ടവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ 24th സാറ്റർഡേ ഡിസംബർ, ഈ കഴിഞ്ഞ ഡിസംബറിൽ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോകണം, ക്രിസ്മസ് കരോൾ. അപ്പൊ പെർമിഷൻ ഒന്നും കിട്ടത്തില്ല. ഇനിയോ ഞങ്ങൾ പെർമിഷൻ കിട്ടി. ഒരു ബസ് എടുത്ത് 10-60 പേര് 12 ഗ്രാമങ്ങളിൽ പോയി കർത്താവിന്റെ വചനം അറിയിച്ച് മടങ്ങി വന്നു. റോഡില്, കടകളുടെ മുൻപില്, മാർക്കറ്റിൽ നിന്ന് പാട്ടുപാടി
കർത്താവിനെ കുറിച്ച് പറഞ്ഞ് ദൈവവചനം ചെയ്ത് അങ്ങനെ 12 പ്ലേസസിൽ അവര് കർത്താവിന്റെ വചനം അറിയിച്ച് മടങ്ങി വന്ന ശേഷമായിട്ട് അപ്പോഴത്തേക്കും പിശാചന്റെ കൂടെ കൂടി ഇവനെ എങ്ങനെയും തകർക്കണമാണ്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? എനിക്ക് 14 നവംബറിന് രാവിലെ 6:30 മണിക്ക് ഒരു മൈൽഡ് സ്ട്രോക്ക് ഉണ്ടായി. മൈൽഡ് സ്ട്രോക്ക് ഉണ്ടായി പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ വയ്യ, ഒരു സൈഡ് അങ്ങോട്ട് കോടാൻ തുടങ്ങി. പെട്ടെന്ന് എന്റെ കുഞ്ഞുങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ICUലായി. ഞാൻ അവിടെ 4-5 ദിവസം കിടന്നു. അവിടുന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പം ആ സൺഡേ ഞാൻ സ്നാനത്തിന് വേണ്ടി ഇവിടുത്തെ സഭയിൽ ഭോപ്പാലല്ലോ പൂനെയിലെ സഭയില് കർത്താവിന്റെ ദാസന്റെ 2 മക്കള്, എന്റെ കൊച്ചുമകന്, അതുപോലെ ഫിന്നിയുടെ അനിയത്തിലാണ്, അങ്ങനെ 4 യൗവനക്കാരെ സ്നാനപ്പെടുത്തണം. ഞാനാണ് അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ നാട്ടിൽ നിന്ന് കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് സഭയിലെ പാസ്റ്റർ പറഞ്ഞു, ചായ ഒരു കാര്യം ചെയ്യാൻ ഒയ്യല്ലോ, ഈ കർത്താവിന്റെ ദാസൻ സ്നാനപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു ഒയ്യാന്ന്? ഞാൻ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 20-ാം തീയതി സ്നാനപ്പെടുത്താൻ എനിക്ക് ഒരു വാക്ക് പോലും വെളി വരത്തില്ല. ഞാനൊരു പേപ്പർ എടുത്ത് അതിനകത്ത് എഴുതി എന്താണ് വാക്യം ചോദിക്കേണ്ടത് അതെല്ലാം എഴുതി മറ്റൊരു തന്നോട് പറഞ്ഞു, നീ ഇത് വായിക്ക്. എന്നിട്ട് ലാസ്റ്റിൽ ഒരു വാക്ക് ഞാൻ ചോദിച്ചിട്ട് സ്നാനപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പൊ ആ ദൈവത്തിന്റെ ദാസൻ ഞാൻ എഴുതി കൊടുത്തു, എല്ലാം ഹിന്ദിയില് ആദ്യം മുതലുള്ളതെല്ലാം വായിച്ച് അവരെ കേൾപ്പിച്ചു. അവസാനം ഞാൻ അവരോട് ചോദിച്ചു, നിന്ന് വിശ്വസിക്കുന്നു പറയുമ്പോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്ന കർത്താവിന്റെ അന്ത്യ കൽപ്പന അനുസരിച്ചതിന്റെ സാക്ഷ്യവചനത്തിന്റെ മുദ്രയും മേലുംപുത 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ നടപടി അനുസരിച്ച് അതിനെ ജലാശയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തും എന്ന് പറഞ്ഞ് ഈ 4 പേരെ ഞാൻ അവിടെ സ്നാനപ്പെടുത്തി. അപ്പോഴത്തേനും പിശാചിന് റെസ്റ്റ്ലെസ് ആയി. അത് വിചാരിച്ച് എങ്ങനെയാലും ഇവനെ തകർക്കണം, ഒരു വിധത്തിൽ മുമ്പോട്ട് വിടാൻ പാടില്ല. എന്തിനു പറയുന്നു, ഞാൻ ഈ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് വന്ന ശേഷം ഏകദേശം ഒരു 2-3 വീക്സ് വീണ്ടും എനിക്ക് വലിയ ചുമയാ. എന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ കഫാണ്. ഒന്നും വെളിയിലോട്ട് വരത്തില്ല. നമ്മുടെ ഈ ചെസ്റ്റ് എല്ലാം അങ്ങ് പെയിൻ ആവും. അങ്ങനെയുള്ള ചുമ വീട്ടിൽ തുടങ്ങി. അപ്പൊ ഞങ്ങൾ മനസ്സിലായത് എന്തോ കാര്യമാണ്, ഒരു പിടിയും കിട്ടിയില്ല. എവിടെല്ലാം പോകാമോ എല്ലായിടത്തും പോയി. അവസാനം എൻ്റെ മോന് ഡൽഹിയിൽ നിന്ന് വന്നു. എൻ്റെ വിഷയം പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഓരോ ദിവസവും എൻ്റെ മകളെ പ്രത്യേകിച്ച് ബ്ലസ്സി, ഡാഡിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം ഉണ്ടായാൽ ഉടനെ അവിടെ ഭർത്താവിനെ ഫിന്നിയെ നിർബന്ധിക്കും. ജോലിക്ക് പോലും സമയത്തിൽ ഡാഡിയെ കൊണ്ടുപോവാ. ഇങ്ങനെ പോയി ആ ആഴ്ച മുഴുവൻ ഞങ്ങൾ ഒരു 5-6 ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഈ പിശാചിങ്ങനെ ഞാൻ ഈ അറ്റാക്കായി കിടക്കുമ്പോൾ കാണുക, പിശാചിങ്ങനെ ദൈവത്തോട് കർത്താവിനോട് വാദിക്കുക. ആ ഒരു ഡയലോഗ് എനിക്ക് കേൾക്കാം, എനിക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ ട്രാൻസിലാണ്, എനിക്ക് നല്ലപോലെ മനസ്സിലാകും. അപ്പൊ ഇവനെ ഒന്നുകൂടെ അത്രയും കൊണ്ട് തീർന്നില്ലല്ലോ, ഞാനിപ്പോ അവനെ ശരിയാക്കാന്നുള്ള നിലയിൽ പിശാചിന്റെ വലിയ വലിയ പോരാട്ടം കർത്താവിന്റെ പിന്നിൽ നടക്കുന്നു. കർത്താവ് ഞാൻ മനസ്സിലാക്കുക, ഓക്കെ, ഐ വിൽ ഡു ഇൻ ഡ്യൂ ടൈം വാട്ട് എവർ യു വാണ്ട് ടു ഡു യു ഡു. അപ്പൊ പിശാചിനറിയാൻ ഞാൻ സൺഡേയിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകത്തില്ല. എല്ലാ സൺഡേയിലും ഈവനിങ്ങില് കർത്താവിന്റെ ദാസൻ ഷിബു തോമസിന്റെ ഗൈഡൻസില് ഒരു പെർസിക്യൂഷൻ റിലീഫിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യും. ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എന്നാ കഴിയുന്നതൊക്കെ ഞാൻ അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യും. അപ്പം ഞാൻ സൺഡേയിൽ പോകത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും സൺഡേ വരെ നീക്കണം. കാരണം സൺഡേ ആണെങ്കിൽ എനിക്ക് മെഡിക്കൽ കെയർ ഒന്നും കിട്ടത്തില്ലല്ലോ. എന്തിനു പറയുന്നു, അന്ന് എന്റെ മോള് ഷിബു തോമസിന് മെസ്സേജ് അയച്ചു, ഇന്ന് എന്റെ ഡാഡി ജോയിൻ ചെയ്യത്തില്ല, ഈസ് നോട്ട് ഫീലിംഗ് വെൽ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് എന്നെ കമ്പൽസറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദൈവത്തിന്റെ മക്കളെ, ഞാൻ അവിടെ ചെന്ന് തന്നെ അവര് പെട്ടെന്ന് ബ്രോങ്കോസ്കോപ്പിയോ അതൊക്കെ എടുക്കാൻ തീരുമാനിച്ച് അടുത്ത ദിവസം രാവിലെ അടുത്ത ദിവസം പകൽ 1:30 എനിക്ക് ഭയങ്കര മാസീവ് അറ്റാക്ക്. എന്റെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ ഞാൻ ചടപടാന്ന് മരിച്ചു വീണെന്ന് പറഞ്ഞാൽ തീർന്നു. പെട്ടെന്ന് എല്ലാവർക്കും മെസ്സേജ് അയച്ചു. ലോകമെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും വിചാരിച്ചു തീർന്നെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയത് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. കോഡ് ബ്ലൂ, അതായത് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അവരെ വലിയ അനാക്യമല്ലന്മാരെ പോലുള്ള ആളുകളെ വെച്ചിട്ടുണ്ട്. അവർ വന്ന് പമ്പിങ് ചെയ്താണ് CPR നടത്തുന്നത്. അപ്പൊ ഒരു 20 മിനിറ്റ് മാക്സിമം, അതിനകം റിവൈവ് ആയില്ലെങ്കിൽ പോയി. 15 മിനിറ്റ് വരെ, ഇന്ന് രാവിലെ എന്റെ മോള് പറയുമായിരുന്നു, 15 മിനിറ്റ് വരെ അവർ നോക്കി. വലിയ മല്ലന്മാരുണ്ട്, ശരീരത്തിൽ കയറിയിരുന്ന് അവരെ കഴിയുന്ന ചെയ്തു. ആബ്സല്യൂട്ട്ലി നോ റിവൈവൽ. എന്നിട്ട് പറയുന്നു 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ റിവൈവ് ആയി. പെട്ടെന്ന് ഓക്സിജൻ കൊടുത്ത് എന്നെ ICUലേക്ക് മാറ്റി. അങ്ങനെ തുടർന്നുള്ള ട്രീറ്റ്മെന്റ് നടന്നു. തുടർന്ന് ഞാൻ അവിടെ ഏതാണ്ട്
19-20 ദിവസം ICU കിടന്നു. 20 days അവിടെ ICUയിലായിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ ഞാൻ കണ്ട അനേക കാര്യങ്ങൾ, ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായ ഒരു സംഭവം, ഭയങ്കര കൂരിട്ട് എന്റെ കൈയും കാലും എല്ലാം കെട്ടിയിരിക്കുക, എന്റെ കണ്ണൊന്നും കാണാൻ വയ്യ. അപ്പൊ ഞാനിങ്ങനെ മരണത്തെ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭീതി. ഞാൻ പറഞ്ഞു, devil, you leave me. This body belongs to Jesus Christ. He has purchased me with his precious blood. Who are you to touch me? ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് അന്യഭാഷയിൽ ഞാൻ അതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒക്കുന്നില്ല, എന്നെ അങ്ങ് കൊണ്ടുപോവുക. ഞാനങ്ങ് അഗാധത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ അവിടുത്തെ ചിറകന്റെ മുറവിൽ മറയ്ക്കണമേ, ഞാൻ അവിടുത്തെ ചിറകൻ മുകളിൽ ശരണം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവസാനം എന്തോ എന്നെ വിട്ടുപോയി. എന്റെ ജീവൻ എനിക്ക് മടങ്ങി വന്നു. ഞാൻ കാണുക അവിടെ കിടന്നോണ്ട്. അപ്പൊ എന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് എന്താ, എന്റെ കൈയും കാലും എല്ലാം കെട്ടി, എന്നെ വെന്റിലേറ്ററിൽ ഇട്ടേക്കല്ലേ, കൈയും കാലും എല്ലാം കെട്ടിയിരിക്കുകയാണ്, കണ്ണ് കാണത്തില്ല, നാക്കേലെ രണ്ടും പത്തി വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ ആഹാപ്പാട് അപ്സെറ്റായി. ഞാനൊരു ഭ്രാന്തനെ പോലെ അലറി കിടന്നുകൊണ്ട്. അപ്പൊ ഞാൻ തുറന്നു വിട പെട്ടെന്ന്, എന്നെ ഇവിടെ ആര് കേൾക്കാൻ? അവിടെ ആരും കേൾക്കത്തില്ല, ഒരു വിധത്തിൽ അവർ സമ്മതിക്കത്തില്ല. ഡോക്ടേഴ്സ് പറയുന്നതല്ലേ അവർ കേൾക്കത്തുള്ളൂ. എന്റെ മോൻ എന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അവന് പേര് വിളിച്ചു, മോനെ എനിക്കൊരു പേപ്പറും ഒരു പെന്നും തരാൻ പറഞ്ഞു. അവൻ എനിക്ക് ഒരു പേപ്പറും പെന്നും തന്നു. പെന്നും ഞാൻ എഴുതി ഫസ്റ്റ് തിങ്സ് കംസ് ഫസ്റ്റ്. Number 1, I do not want to die in any hospital. Number 2, I want my children to be around me when I'll be going back to my father's house. I need this. Give me my Bible back, give me my mobile back, give me my specs back. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതി. ഇപ്പോഴത്തേന് ഇവർക്ക് മനസ്സിലായി ഇവൻ നോർമലായി, ഇനി തുറന്നില്ലേ പറ്റത്തില്ല. പെട്ടെന്ന് എന്നെ അവർ തുറന്നിട്ട് ഞാൻ കാലുകുത്തി നിൽക്കുമ്പോൾ കുവൈറ്റിൽ നിന്ന് പാസ്റ്റർ കെ തോമസിന്റെ മകൻ ഫിന്നി തോമസ് അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഫിനിമോൻ, I am a miracle man. പറഞ്ഞു, yes uncle, you are a miracle man. ഞാൻ മരിച്ചു പോയതിനെ കാണാമെന്ന് അവന്. എന്നിട്ട് അവനേക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, I need another 10 more years. I have to do a lot of work for you. I have to construct a headquarters in Dorkala for thy glory. I have to construct 18 village worship places. We will have to cover 150 villages further. So in 10 years time, we will be training another at least 400-500 people. So I need 10 more years. എന്ന് പറഞ്ഞ് ഞാനൊരു പൊട്ടനെ പോലെ അങ്ങ് പ്രാർത്ഥിക്കുക. ബട്ട് താങ്ക് ഗോഡ്, ദൈവം എനിക്ക് പിന്നെ ബലം തന്നെ എന്നെ ശക്തീകരിച്ചു മുൻപോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ചുമ. എന്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ അപ്സെറ്റായി, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ അവസാനം പല ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അവിടെ ഒരു ഡോക്ടർ പറഞ്ഞു, യു നീഡ് continued oxygen therapy. Out of 24 hours, 18 hours you should be with oxygen support. അപ്പൊ ഓക്സിജൻ കോൺസെൻട്രേറ്ററും പിന്നെ വീട്ടില് ഇൻവെർട്ടറും എല്ലാം വാങ്ങിച്ചു. കാരണം അത് കറണ്ട് ഉണ്ടെങ്കിലേ ഓടത്തുള്ളല്ലോ. ഞാനിങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി എല്ലാം മൂക്കിനകത്ത് കയറ്റിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ എങ്കിലും ചുമയൊന്നും മാറുന്നില്ല. അവസാനം ഞങ്ങള് വേറെ ഒരു ഡോക്ടറെ കാണാൻ ഇടയാക്കി. അവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നെ thoroughly ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, സ്റ്റോപ്പ് ഓക്സിജൻ തെറാപ്പി. ഫസ്റ്റ് എഴുതിയത് അദ്ദേഹമാണ്. ഒരു ദിവസം ഞാൻ ഒരു 22 പിൽസ് എടുക്കുമായിരുന്നു. രാവിലെ ഒരു 8-10 എണ്ണം, വൈകിട്ട് ഒരു 10-12 എണ്ണം. അപ്പൊ ഇത് കാണുമ്പോഴത്തേനും എനിക്ക് പരവേശമാണ്. ഇതെല്ലാം ഇങ്ങനെ തിന്ന് എന്റെ വയറ് മുഴുവൻ വെള്ളം കുടിച്ച് ഈ പിൽസ് തിന്ന് വയറ് നിറയുക. അപ്പൊ അദ്ദേഹം പറഞ്ഞതൊന്നും വേണ്ട, എല്ലാം എടുത്തു കളഞ്ഞ അദ്ദേഹം 5 ടാബ്ലറ്റ്സിനകത്ത് നിർത്തി. 22 ടാബ്ലറ്റ്സ് 5 ടാബ്ലറ്റ്സിനകത്ത് നിർത്തി. ഓക്സിജൻ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. ഇത് 15th മാർച്ചിന് നടക്കുന്നത്. ഇന്നിപ്പോ ഓൾമോസ്റ്റ് 10-16 ദിവസമായല്ലോ. ഞാൻ ഇതുവരെ ഓക്സിജൻ ടച്ച് ചെയ്തിട്ടില്ല. എന്റെ ബെഡിന്റെ സൈഡിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററും എല്ലാം ഇരിപ്പുണ്ട്. നെവർ ടച്ച്ഡ് ഇറ്റ്. അപ്പൊ ഇങ്ങനെ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തിയതിനു ശേഷമായിട്ട് ഞങ്ങളുടെ വേലയുള്ള ബന്ധത്തില് എങ്ങനെയാലും പോകണമെന്ന് എനിക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. എങ്ങനെയായാലും എന്നെ വിടാതിരിക്കാനായിട്ടുള്ള പരിപാടി ശത്രുവായ നോക്കി. എന്റെ അവിടെ കിടക്കുന്ന സമയം 14 ദിവസം അവിടെ കിടക്കുമ്പോൾ അവർ പെട്ടെന്ന് 29th എന്റെ ആൻജിയോഗ്രാഫി ചെയ്തു. ആൻജിയോഗ്രാഫി ചെയ്തപ്പോ അവർ പറഞ്ഞു, ഒരു വാൽവ് 100% ബ്ലോക്കാണ്, മറ്റേത് 98% ബ്ലോക്കാണ്. സോ ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് ഗോ ഫോർ ആൻജിയോപ്ലാസ്റ്റി. അപ്പൊ ഞാനിങ്ങനെ കിടക്കുക. അപ്പൊ എനിക്ക് ദൈവാത്മാവിൽ ഇങ്ങനെ ഒത്തിരിയൊക്കെ തോന്നുമോ. ഞാൻ ആ ഡോക്ടറോടൊക്കെ പറഞ്ഞു, look here, the Lord is guiding me.
what to do and what not to do. It's not time for going for angioplasty എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ 29th മുതൽ ഏകദേശം ഒരു 8-10 ദിവസം ഇങ്ങനെ പോസ്റ്റ്പോണ്ട് ആയി. ലാസ്റ്റിൽ ഒരു ഡേറ്റിൽ അവർ എഴുതി വെച്ചു. എന്റെ മോനോട് പറഞ്ഞു, അതായത് ഡെഡ് ഓൺ ടേബിൾ DOT അതിന് നീ അക്സെപ്റ്റ് ചെയ്തിട്ട് എഴുതി തരാമേ, ഞങ്ങൾ ഇത് ചെയ്യാം. അങ്ങനെ അതിന്റെ സിസ്റ്റം കൊണ്ടുവന്ന് ഒന്ന് കൈ തരും, എന്നിട്ട് 10-20 ലക്ഷം അവർക്ക് വാങ്ങിട്ട് അവർ വാങ്ങിട്ട് കൈ കഴിഞ്ഞിട്ട് അവരവരുടെ പാടിന് പോകും. അപ്പൊ മോൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡാഡി ദിസ് ഈസ് ദ ഇഷ്യൂ, വാട്ട് യു സേ? I said, മോനെ, it's not time now. I am feeling in my spirit the time hasn't come. അപ്പൊ അന്നത്തെ പോസ്റ്റ്പോൺ ചെയ്തു. ഡോക്ടറെ വിളിച്ചു, മോൻ പറഞ്ഞു, my father says that he is not willing for angioplasty right now. എന്നിട്ട് 3 പ്രാവശ്യം അത് പോസ്റ്റ്പോൺ ചെയ്തു. 3rd ടൈമിൽ അവർ തീരുമാനിച്ചു, ഏതാണ്ട് 7ാം തീയതി 6ാം തീയതി കണ്ട. അപ്പോഴത്തേന് എന്റെ കൊച്ചുകുഞ്ഞ്, ഇളയ മകള്, കൊച്ചുകുഞ്ഞ് പറയുമ്പോ ഇളയ മകള് ഫേബ കുടുംബമായിട്ട് കാനഡയിൽ നിന്ന് പോകുന്ന എന്നെ കാണാനായിട്ട് 7ാം തീയതി ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. ഒത്തിരി സന്തോഷമായിട്ട് കിടക്കുമ്പോൾ എന്റെ അടുത്ത് വീണ്ടും എന്റെ മോൻ വന്ന് പറഞ്ഞു, ഡാഡി, though I have returned, I did not agree for that. I have cut all my signature, so you don't worry, you say what to do. But 3rd ടൈമിൽ ഞാൻ പറഞ്ഞു, മോനെ, no, the spirit of God is talking to me. It is not time for me to go for an angioplasty. എന്നിട്ട് യാതൊരു കാരണവശാലും സമ്മതിക്കാതെ അവിടുന്ന് പിന്നെ ഞാൻ കമ്പൽസറിലി ഡിസ്ചാർജ് വാങ്ങിയിട്ട് വീട്ടിൽ വന്നു. അപ്പോഴത്തേന് എന്റെ ലെവലൊക്കെ പെട്ടെന്ന് മാറി. എന്നെ ICU നോർമൽ വാർഡിലേക്ക് മാറ്റിയപ്പോഴത്തേന് ഞാൻ ആഹപ്പാടെ വേറൊരു മനുഷ്യനായി. ദൈവത്തിന്റെ കൃപ എന്റെ കൂടെ എന്റെ മേൽ ധാരാളമായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ വീട്ടിൽ വന്നിട്ട് പിന്നെയും എന്നെ പിശാച് വിടുന്നില്ല. ഇങ്ങനെ ചുമ നടന്നു അവസാനം 6ാം തീയതി മാർച്ച് മാസത്തില് അതേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവർ ചെന്ന് നോക്കുമ്പോ എന്തോ പറയുന്നത്, your oxygen concentration has come down to 80%, your pulse is not there, your BP is not there. പെട്ടെന്ന് തന്നെ വീണ്ടും ഓക്സിജൻ സപ്പോർട്ടിൽ ഇട്ടു. എന്നിട്ട് ഉടനെ ICU കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, no, I want to go home. I am not willing to go for any treatment in this hospital or anywhere, so leave me home. സമ്മതിക്കത്തില്ല, ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ലാസ്റ്റില് പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോകണം. ഞാൻ പറഞ്ഞു, യെസ്, സൈൻ ചെയ്യണം. എത്ര സൈൻ ചെയ്യണം? I can give you 10 signature, come on, bring it എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വിട്ട് ഈ വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ മറ്റേ ഡോക്ടറെ കാണുന്നത്. ഇന്ന് ഏതാണ്ട് 10-15 ദിവസമായി കർത്താവിന്റെ കൃപയാൽ ഞാൻ വളരെ അത്ഭുതകരമായി വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എനിക്ക് വേണ്ടി ലോകമെങ്ങുമുള്ള സകല വിശുദ്ധന്മാരും 1000 ഓൾ ഓവർ ദ വേൾഡ് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. എല്ലാവരോടും വളരെ നന്ദിയുള്ളവനാണ്. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ധാരാളമായ പ്രതിഫലം തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതയാത്രയിൽ ഇനി എനിക്ക് 20th ബാച്ച് ഞങ്ങൾക്ക് അടുത്ത മാസം, മെയ് മാസം 26, 27, 28 തീയതികളിൽ 3 ദിവസത്തെ കൺവെൻഷനും ഗ്രാജുവേഷനും ഉണ്ട്. ഞങ്ങൾക്ക് ഈ ബാച്ചിൽ 8 ആൺകുട്ടികളും 8 പെൺകുട്ടികളും ഉണ്ട്. അവരെ ഗ്രാജുവേറ്റ് ചെയ്ത് അയച്ച് കർത്താവിന്റെ വേലയ്ക്ക് അയക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എനിക്ക് ആരോഗ്യം തരട്ടെ. ഞാൻ അവിടെ ചെന്ന് കർത്താവിന്റെ ഹിതം പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവനെ ബലപ്പെടുത്തട്ടെ. മാത്രമല്ല, നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പണിയും ആർക്കിടെക്റ്റിനെ കണ്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഞാൻ ഇനി പോകുവാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ നീഡ് യുവർ പ്രേയർ സപ്പോർട്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം എന്നെ എത്രത്തോളം നടത്തിയ വഴികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ശരീരത്തെ ഒരിക്കലും എന്റേതായിട്ട് കണ്ടിട്ടില്ല. ഇത് കർത്താവിന്റെ ശരീരമാണ്. ഇതുകൊണ്ട് എത്രയും അധ്വാനിക്കാമോ അത്രയും അധ്വാനിപ്പാൻ ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഇരുന്നു. ആരുടെയും മുൻപാകെ കഴിഞ്ഞ 10-15 വർഷം ചെറിയവരോടും വലിയവരോടും ഒരു ലജ്ജയും കൂടാതെ, ഒരു പേടിയും കൂടാതെ, ഒരു ഭയം കൂടാതെ കർത്താവിനോട് അറിയിപ്പാനുള്ള കൃപ എനിക്ക് തന്നു. കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ്. എന്റെ സമയം തീർന്നാൽ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രിസ്റ്റിയാൽ മാത്യുവിൻ അവരോടും എന്നാൽ നമ്മുടെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ തോമസ് കുറ്റിപ്പുഴയോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ബൈ. Pastor Varghese, thank you for your time. When God is having a plan, no devil can stop that one. കർത്താവിൻ ദാസന്റെ പ്ലാനിനെ ശത്രുവിന് ഒരു കാരണവശാലും തകർക്കാൻ പറ്റുകയില്ല. കർത്താവിൻ ദാസന് പ്രാർത്ഥിക്കുന്ന അനേകം ആളുകൾ ഈ ഇന്ത്യയുടെ ഭാഗത്ത് തന്നെയല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ദൈവം ഞങ്ങളുടെ മിനിസ്ട്രിയാണ് Miraculous Hands of Jesus. Today we heard exactly a miracle.
ദാസൻ പറഞ്ഞതുപോലെ എന്ന് ലോകത്തിൽ പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ. God is having a plan. No one can stop. Pastor, thank you for your time. God is going to use exactly as a miracle the rest of your time. Thank you. May God bless you. Let